രാമക്ഷേത്ര വിവാദത്തിൽ സാദിഖ് അലി തങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കി ജന്മഭൂമി മുഖപ്രസംഗം. രാമക്ഷേത്രവും പള്ളിയും മതേതരത്വത്തിന്റെ പ്രതീകമാണെന്ന സാദിഖ് അലി തങ്ങളുടെ നിലപാട് സ്വാഗതാർഹമാണ് എന്നാണ് ജന്മഭൂമി മുഖപ്രസംഗം പറയുന്നത്. ജന്മഭൂമി മുഖപ്രസംഗം ലീഗ് ഓഫീസിൽ ചില്ലിട്ട് സൂക്ഷിക്കണമെന്ന വിമർശനവുമായി KT ജലീൽ MLA രംഗത്ത് വന്നു. രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലനിൽക്കുന്ന ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന. പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ഈ പ്രസംഗത്തിനാണ് BJP മുഖപത്രമായ ജന്മഭൂമിയുടെ പ്രശംസ. സാദിഖ് അലി തങ്ങളുടെ നിലപാട് സ്വാഗതാർഹവും കൗതുകമുള്ളതുമാണ്. ബാബരി മസ്ജിദ് മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്നുവെന്ന് പറഞ്ഞു നടക്കുന്നവരിൽ ലീഗുമുണ്ടായിരുന്നു. പുതിയ മാറ്റം എന്തുകൊണ്ടും ശരിയായ നിലപാടാണ്. ഇത് രാമക്ഷേത്ര വിമർശകരെ വീണ്ടും വിചാരത്തിന് പ്രേരിപ്പിക്കുമെന്ന് കരുതാം. ജന്മഭൂമി മുഖപ്രസംഗം പറയുന്നു. സാദിഖ് അലി തങ്ങൾ ഭാരതരത്നയ്ക്കുള്ള ആദ്യ പടി കടന്നുവെന്ന വിമർശനവുമായി KT ജലീൽ MLA രംഗത്തെത്തി. മിർ ജാഫറിനെയും മിർ കാസിമിനെയും ഓർമ്മിപ്പിച്ചാണ് വിമർശനം. സംഘപരിവാർ അജണ്ടയ്ക്ക് സാദിഖ് അലി തങ്ങൾ കീഴടങ്ങിയിരിക്കുകയാണെന്ന് CPM നേതാവ് KT കുഞ്ഞിക്കണ്ണൻ. തങ്ങൾക്ക് അനഭിമതരായ ജനസമൂഹങ്ങളെയും തങ്ങളെ എതിർക്കുന്നവരെയും ഭീഷണിപ്പെടുത്തുക എന്നാണ്, ഭയപ്പെടുത്തി കീഴടക്കുക എന്നാണ്. ആ ഭയപ്പെടുത്തി കീഴടക്കലാണോ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്താവനയ്ക്ക് പിറകിലുള്ളത് എന്ന് സംശയിക്കേണ്ട ഒരവസ്ഥയാണുള്ളത്. പ്രസംഗം ഉയർത്തിവിട്ട വിവാദത്തിന് പിന്നാലെ ജന്മഭൂമി മുഖപ്രസംഗവും എത്തിയത് സാദിഖ് അലി തങ്ങളെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. സാദിഖ് അലി തങ്ങളെ രൂക്ഷമായി വിമർശിച്ച് ജമാഅത്തെ ഇസ്ലാമി സംഘടനയായ SIO ഉൾപ്പെടെയുള്ളവർ നേരത്തെ രംഗത്തെത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.